ഞങ്ങൾ CPM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അവർക്ക് പറ്റിയ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി കത്ത് നൽകിയിട്ടുണ്ടായി. അത് സംബന്ധമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ അവർ തന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, 18/4/2024 അവർ മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടിയിൽ അവർ പറയുന്നത് അവർക്ക്, അതായത് ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവർ തുറന്ന് സമ്മതിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് ജില്ലാ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ആ കാര്യത്തിൽ. അപ്പോൾ ബാങ്കുകാർക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടത്തിപ്പുകാർക്ക് പറ്റിയ ഒരു പെശക് അല്ലെങ്കിൽ ഒരു നടപടിക്രമം, അതിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക, പാർട്ടിയെ വേട്ടയാടുക, ഈ നിലയ്ക്കുള്ള നിലപാടുകളാണ്, നീക്കങ്ങളാണ് നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് സംഭവം. അപ്പം ഇതിൽ പാർട്ടിയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഞങ്ങളുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ CPM 2720 ബ്രാഞ്ചുകളുണ്ട്. 2720 ബ്രാഞ്ചുകൾ, 48,315 പാർട്ടി അംഗങ്ങളുണ്ട്. പാർട്ടി അംഗങ്ങളുടെ അംഗത്വ ഫീസും ലഭിയും അതോടൊപ്പം പൊതുജനങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന ഫണ്ടായിട്ട് ഒക്കെ സ്വീകരിക്കുന്ന സംഭാവനകളായിട്ട് അവരിൽ നിന്ന് ഞങ്ങൾ സ്വരൂപിക്കുന്ന തുകകളുമാണ് CPM സാമ്പത്തിക സ്രോതസ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിലൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പം ഇവിടെ മരവിപ്പിച്ചു എന്ന് പറയുന്ന അക്കൗണ്ട് സത്യത്തിൽ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ അക്കൗണ്ടാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ, നിങ്ങൾ ആലോചിക്കണം എത്രയോ മുമ്പ് തുടങ്ങിയ, നിയമാനുസൃതമായി ഇതെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ IT റിട്ടേൺസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും IT ഡിപ്പാർട്ട്മെൻറ്റിനും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ സ്വാഭാവികമായിട്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് ചെയ്യുക. അത് കൃത്യമായി കൊടുക്കുന്നതാണ്. ഞങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം നിയമാനുസൃതമായിട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കെതിരെ ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വയ്ക്കാനില്ല. എല്ലാം സുതാര്യമായിട്ടുള്ള കാര്യമാണ്. ഏത് അക്കൗണ്ടും സുതാര്യമാണ്. ഇതിൻ്റെ വരവ്, ഒരു ഉറുപ്പിയുടെ പോലും വരവും ചെലവും കൃത്യമായി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് CPIM. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു നിലയിൽ പ്രതിപക്ഷത്തിനെതിരെ, കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് CPM വലിയ നിലയിലുള്ള ഈ വേട്ടയാടൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നതാണ്. ഈ നിലയിലുള്ള കടന്നാക്രമണങ്ങളെ ആ നിലയിൽ തന്നെ കണ്ടുവരും. നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും, ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയും. ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചൊന്നും ചെയ്യാനില്ല. ആ നിലയിൽ ഈ കാര്യത്തിലും ഈ വിഷയത്തിലും ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ്